സ്പെയിൻ, നിങ്ങൾ ഏറ്റവും അർഹിച്ച വിജയമാണിത്. 2026 ഫിഫ ലോകകപ്പിൽ ഇസ്രായേലിന് യോഗ്യത ലഭിക്കുകയാണെങ്കിൽ മത്സരത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ രാജ്യമാണ് സ്പെയിൻ. അന്ന് പലരും ചോദിച്ചു, ഇത് കളിയല്ലേ, ഇവിടെ രാഷ്ട്രീയമുണ്ടോ? പക്ഷേ സ്പെയിനിന് കളിയേക്കാൾ പ്രധാനം ഗാസയിൽ പിടഞ്ഞു വീടുന്ന ലക്ഷം വരുന്ന മനുഷ്യരായിരുന്നു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളും അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പേർഷ്യൻ രാജ്യങ്ങൾക്കെതിരെയുള്ള യുദ്ധത്തിനെതിരെയും ശക്തമായി UN-ൽ വിമർശനം ഉന്നയിച്ച രാജ്യമാണ് സ്പെയിൻ. 2025 ഒക്ടോബറിൽ സ്പാനിഷ് പാർലമെന്റിൽ ഇസ്രായേലിന് ആയുധങ്ങളും സാങ്കേതിക വിദ്യയും വിൽക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള നിയമം അവർ നടപ്പിലാക്കി. ഒരു കമ്പനിയുടെയും കണക്ക് പുസ്തകത്തിൽ ഫലസ്തീൻ ജനതയുടെ രക്തം പുരളാൻ പാടില്ല. ഇസ്രായേൽ പരസ്യങ്ങളെ നിർത്തലാക്കിക്കൊണ്ട് സ്പാനിഷ് ഉപഭോക്തൃ മന്ത്രി പാബ്ലോ പറഞ്ഞ വാക്കുകളാണ്. യൂറോപ്യൻ യൂണിയനിൽ പല രാജ്യങ്ങളും ഇസ്രായേലിനെ എതിർക്കുന്നതിൽ വിസമ്മതം കാണിച്ചപ്പോൾ ഗാസയിലും റഷ്യൻ ഉക്രൈൻ യുദ്ധങ്ങളിലും യൂറോപ്പിന്റെ ഇരട്ടത്താപ്പിനെ ശക്തമായി വിമർശിക്കുകയായിരുന്നു സ്പെയിൻ പ്രധാനമന്ത്രി. ലമീൻ യമാലിനെ പോലെയുള്ള സ്പെയിൻ കളിക്കാരുടെ പരസ്യമായുള്ള ഫലസ്തീൻ അനുകൂല നിലപാടുകൾ തന്നെയാണ് ഇന്ന് സ്പെയിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗത്തെ ഫലസ്തീനിൽ രൂപപ്പെടുത്തിയത്. ഫുട്ബോൾ ഒരു